നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെക്കുംഭാഗം അഞ്ചിരി ആനക്കയം റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താതെ കരാറുകാരൻ ബില്ല് മാറിയത് വിവാദമായി. കരാറുകാരന് ഉദ്യോഗസ്ഥർ കൂട്ടെന്ന് ആരോപണം. മാങ്കുളം ജൈവ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ഫാദർ മാത്യു ജെ കുന്നത്തിന്റെ നേതൃത്വത്തിലുള്ള തൊടുപുഴ സേവേഴ്സ് ഹോം അനാഥ കുഞ്ഞുങ്ങളുടെ അത്താണിയായി മാറുന്നു. അറക്കുളത്തെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ കിണർ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് വൃത്തിയാക്കിയത് മാതൃകയായി. ഫുൾ ഗോസ്പൽ ചർച്ച് കൺവെൻഷനും സംഗീത ശുശ്രൂഷയും മലങ്കര പെരുമറ്റം ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ബുധനാഴ്ച സമാപിക്കും. ഫിജി ഗംഗ സൂര്യ നാടകോത്സവത്തിൽ MT വാസുദേവൻ നായരുടെ പരിണയം നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള നാടകം അരങ്ങേറി. വാർത്തകൾ വിശദമായി. തെക്കുംഭാഗം അഞ്ചിരി ആനക്കയം റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താതെ ബില്ല് മാറിയത് വിവാദമായി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. ആനക്കയം റോഡിൽ കീരിക്കോട് കുരിശുപള്ളി മുതൽ മലങ്കര ഗേറ്റ് വരെയുള്ള 2 കിലോമീറ്റർ റോഡ് റീടാർ ചെയ്യാൻ കരാറെടുത്തവർ 3/4 കിലോമീറ്റർ ഭാഗം ശരിയായി പാച്ചുവർക്ക് പോലും ചെയ്യാതെ പോയതായി പരാതി. കീരിക്കോട് മുതൽ 2 കിലോമീറ്റർ ദൂരം റീടാർ ചെയ്യാനായി മെറ്റലും ടാറും എല്ലാം ഇറക്കിയിരുന്നു. റോഡ് റീടാറിംഗ് ആരംഭിച്ചതോടെ മെറ്റലും ഗ്രാവലും ടാറും തികയാതെ വന്നതിനെ തുടർന്ന് റീടാറിംഗ് ജോലികൾ തടിപ്പാലം കവലയിൽ അവസാനിപ്പിച്ചു. പിന്നീട് ബാക്കി 3/4 കിലോമീറ്റർ കുഴിയടക്കൽ നടത്തുമെന്നാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ അന്ന് നാട്ടുകാരോട് പറഞ്ഞത്. ഇതിന്റെ പേരിൽ കുറെ കുഴികൾ അടച്ചു. എന്നാൽ 1/2 കിലോമീറ്ററോളം റോഡിൽ കുഴികളിൽ മെറ്റലിട്ടിട്ട് അതിനു മുകളിൽ ടാർ പൂശിയ ശേഷം ബന്ധപ്പെട്ടവർ സ്ഥലം സ്മാർട്ട് കാർഡ് പുതുക്കുവാനെത്തിയ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർക്ക് മലയാളം അറിയാത്തത് പ്രശ്നമായി. കഴിഞ്ഞ ദിവസം തൊടുപുഴ PNK ടൂറിസ്റ്റ് ഹോമിനാണ് ഇതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത്. BPL ലിസ്റ്റിലുള്ള നിരവധി പേരുടെ പേരുകൾ APL ലിസ്റ്റിലാണ് ഇവരുടെ പക്കലുണ്ടായിരുന്നത്. ഇതിന് വ്യക്തമായ മറുപടി നൽകുവാനും ഇവർക്ക് കഴിഞ്ഞില്ല. മലയാളം അറിയില്ലാത്ത ഇവരുമായി ആശയവിനിമയം നടത്താതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയായിരുന്നു. ഇടുക്കി ജില്ലാ സീനിയർ ടെന്നിക്കൊയ്ത്ത് ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ 13 രാവിലെ 10 തൊടുപുഴ ഡീപോൾ സ്കൂളിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ തോമസ് മഠത്തിനാൽ ഉദ്ഘാടനം ചെയ്യും. വയനാടിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയായി ആദ്യമായിട്ട് വയനാട് ജില്ലയിൽ വരുമ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ ശ്രീ ഷാനവാസ് MPയും മന്ത്രി ശ്രീമതി കുമാരി ജയലക്ഷ്മിയും ശ്രീ ശ്രേയസ് കുമാറും ശ്രീ IC ബാലകൃഷ്ണനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം ചേർന്ന് പറഞ്ഞ മുഖ്യമായ 2 കാര്യങ്ങൾ. ഒന്ന്, ആരോഗ്യരംഗത്തെ പോരായ്മ. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയുടെ ആരോഗ്യം, ഗതാഗതം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാങ്കുളം ജൈവഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും ജൈവ കൃഷിയിലേക്ക് തിരിഞ്ഞത്. കാർഷികോൽപാദനം 10 മടങ്ങായി വർദ്ധിപ്പിക്കാനും കൃഷി ലാഭകരമാക്കാനും കഴിയത്തക്ക വിധത്തിൽ ജില്ലയിലെ കൃഷിരീതികൾ ആധുനികവൽക്കരിക്കാൻ നടപടി ആരംഭിച്ചതായി മന്ത്രി PJ ജോസഫ്. കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി കാർഡ്സും പഞ്ചായത്തും ചേർന്ന് നടപ്പാക്കുന്ന ജൈവഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊടിയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലധിഷ്ഠിത മേഖലയിൽ അവധിക്കാല തൊഴിൽ പരിശീലനം ഏപ്രിൽ 13 ആരംഭിക്കും. തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപമുള്ള സേവേഴ്സ് ഹോം അനാഥ ശിശുക്കളുടെ ആശാകേന്ദ്രമായി മാറുന്നു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. കുടുംബസ്വത്തായി ലഭിച്ച സ്ഥലത്ത് ഒരു ഷെഡ് നിർമ്മിച്ച് പാവപ്പെട്ടവർക്ക് ഉച്ചഭക്ഷണം നൽകിക്കൊണ്ടാണ് 1999 ഫാദർ മാത്യു ജെ കുന്നത്ത് സേവേഴ്സ് ഹോം ആരംഭിച്ചത്. സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന കുട്ടികളുടെ സംരക്ഷണമാണ് മാത്യു അച്ഛന്റെ പ്രധാന ദൗത്യം. അടുത്തിടെ ലഭിച്ച 3 മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ 70 വയസ്സ് വരെയുള്ള 60ഓളം പേർ ഇവിടെ അച്ഛന്റെ സംരക്ഷണയിൽ കഴിയുന്നു. ഇവരിൽ കൂടുതൽ പേരും അനാഥരാണ്. മാതാപിതാക്കൾ ഉപേക്ഷിച്ചവരും ജനനം മുതൽ അനാഥരായവരും ഇവരിലുണ്ട്. വിവാഹിതരല്ലാത്ത സ്ത്രീകളൊന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആശുപത്രിയിൽ നിന്ന് തന്നെ
അവർ ഉപേക്ഷിച്ച് പോകുന്ന രംഗങ്ങളുണ്ട്. അല്ലെങ്കിൽ മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ വിടവാങ്ങൽ ചടങ്ങ് നടന്നു. ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. തൃശൂർ എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് കോംപ്ലക്സ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ശരിയായ പ്രവർത്തനങ്ങളും ഇല്ലാതെ മദ്യത്തിന്റെ ലഭ്യത ഉപയോഗം കുറച്ചുകൊണ്ട് വരാതെ ലഭ്യത ഇല്ലാതെയാക്കിയാൽ വരുന്ന അപകടം. മന്ത്രി കെ ബാബു, CN ബാലകൃഷ്ണൻ, PC ചാക്കോ, KP ധനപാൽ എന്നിവർ പങ്കെടുത്തു. അറക്കുളം ശുദ്ധജല വിതരണ പദ്ധതിയുടെ കിണർ ജനപ്രതിനിധികൾ ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ വൃത്തിയാക്കിയത് മാതൃകയായി. 40 വർഷം മുമ്പ് ആരംഭിച്ച ശുദ്ധജല വിതരണ പദ്ധതിയാണ് ഇത്. അറക്കുളം പഞ്ചായത്തിലെ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന കിണർ ശുദ്ധീകരിക്കുവാൻ ജനപ്രതിനിധികളോടൊപ്പം നാട്ടുകാരും സജീവമായി രംഗത്ത് എത്തിയിരുന്നു. തൊടുപുഴ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ കൺവെൻഷനും സംഗീത ശുശ്രൂഷയും നടന്നു. പാസ്റ്റർ PK സൈമൺ ഉദ്ഘാടനം നിർവഹിച്ചു. KA എബ്രഹാം പ്രഭാഷണം നടത്തി. വിവിധ പദ്ധതികളെക്കുറിച്ച് പഴയ നിയമത്തിൽ നിഴലായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടതായ താമര സർപ്പം യേശുക്രിസ്തുവിന്റെ നിഴലാണ്. കൽപ്പന എഴുതിയ കൽപ്പലക യേശുക്രിസ്തുവിന്റെ നിഴലാണ്. വാർത്തകൾ തുടരുന്നു. വികസനത്തിനാവശ്യം കൂട്ടായ്മയാണെന്ന് മുഖ്യമന്ത്രി. തച്ചനാട്ടുകര വെള്ളിനേഴി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മുറിയങ്കണ്ണി പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹ്യ ക്ഷേമകാര്യങ്ങളിൽ പതിപ്പിക്കുന്ന അതേ ശ്രദ്ധയും ജാഗ്രതയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഈ സർക്കാർ നൽകുന്നുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. M ഹംസ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഇലഞ്ഞിക്കൽ കുടുംബസംഗമം മുതലക്കുടം പാരിഷ് ഹാളിൽ നടന്നു. കോതമംഗലം രൂപത വികാരി ജനറൽ ഫാദർ തോമസ് മലയക്കുടി ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ജോർജ് ഓലിയപ്പുറം, ബേബി ചീമ്പാറ, ഫാദർ ജെയ്സൺ കുഴികണ്ടത്തിൽ, സിസ്റ്റർ മരിയ കുന്നക്കാട്ട്, കുര്യാച്ചൻ കുഴികണ്ടത്തിൽ, ജോസ് കുറൂർ, സിസ്റ്റർ പ്രീത, ജോർജ് K ജോർജ്, ജോസ് തോമസ്, KV തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സൂര്യ ഫ്യുജി ഗംഗ നാടകോത്സവത്തിൽ MT വാസുദേവൻ നായരുടെ പരിണയം നോവലിനെ അടിസ്ഥാനമാക്കി നാടകം അരങ്ങേറി. ഇതേക്കുറിച്ചൊരു റിപ്പോർട്ട്. ഫ്യൂജി ഗംഗയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മൗര്യ ഗാർഡൻസിൽ നടന്നുവരുന്ന സൂര്യ നാടകോത്സവത്തിൽ MD വാസുദേവൻ നായർ രചന നിർവഹിച്ച പ്രശസ്തമായ നോവൽ പരിണയത്തെ അധികരിച്ച് സൂര്യ കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച നാടകം അരങ്ങേറി. ഓപ്പൺ എയറിൽ സജ്ജമാക്കിയിരുന്ന വിശാലമായ സ്റ്റേജിലാണ് നാടകം അവതരിപ്പിച്ചത്. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന സ്മാർത്ത വിചാരത്തെ പ്രമേയമാക്കിയിട്ടുള്ളതാണ് നാടകം. ഗൗരവമേറിയ പ്രമേയമാണെങ്കിലും നമ്പൂതിരി ഫലിതങ്ങളിലൂടെയും ഹൃദ്യമായ അവതരണത്തിലൂടെയും ആസ്വാദ്യമായി മാറുന്നതാണ് നാടകാവതരണം. തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സിൽ വിഷുത്തിരക്ക് ആരംഭിച്ചു. വിഷുവിന് പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങുവാനുള്ളവരുടെ തിരക്ക് ഇവിടെ കൂടി വരികയാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമായ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വൻ ശേഖരമാണ് പുളിമൂട്ടിൽ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. രഞ്ജിത റോജർ ഒരുക്കിയ സ്പെഷ്യൽ സാരികളുടെ വിഭാഗവും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ ഡിസൈനുകൾ രേഖപ്പെടുത്തിയ മനോഹരമായ സാരികളുടെ വൻ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. തെക്കുംഭാഗം അഞ്ചിരി ആനക്കയം റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താതെ കരാറുകാരൻ ബില്ല് മാറിയത് വിവാദമായി. കരാറുകാരന് ഉദ്യോഗസ്ഥർ കൂട്ടെന്ന് ആരോപണം. മാങ്കുളം ജൈവ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ഫാദർ മാത്യു J കുന്നത്തിന്റെ നേതൃത്വത്തിലുള്ള തൊടുപുഴ സേവേഴ്സ് ഹോം അനാഥ കുഞ്ഞുങ്ങളുടെ അത്താണിയായി മാറുന്നു. അറക്കുളത്ത് ശുദ്ധജല വിതരണ പദ്ധതിയുടെ കിണർ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് വൃത്തിയാക്കിയത് മാതൃകയായി.
ഫുൾ ഗോസ്പൽ ചർച്ച് കൺവെൻഷനും സംഗീത ശുശ്രൂഷയും മലങ്കര പെരുമറ്റം ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ബുധനാഴ്ച സമാപിക്കും. ഫിജി ഗംഗ സൂര്യ നാടകോത്സവത്തിൽ MT വാസുദേവൻ നായരുടെ പരിണയം നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള നാടകം അരങ്ങേറി. കിഴക്കുതിക്കും ഭീമ ഇപ്പോൾ തൊടുപുഴയിലും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.